السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മക്ക മുശ്രിക്കുകളെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു അവർക്ക് മക്കയുടെ നേതൃത്വം നൽകി. യുദ്ധഭീതിയോ മറ്റൊന്നും കൂടാതെ സമാധാനപൂർവം മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യം നൽകി. അവരിൽ നിന്നൊരു റസൂലിനെയും അള്ളാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചു. ഒരു വേദഗ്രന്ഥവും അവരിൽ ഇറക്കി. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്നതിന് പകരം അവ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും മാർഗത്തിൽ വിനിയോഗിക്കുകയും മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുകയുമാണ് അവർ ചെയ്തത്. അങ്ങനെ അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ വഴിപഴപ്പിക്കുകയും എന്നിട്ട് അവർ പിന്നീട് പറയും പോലെ നരകാവകാശികൾ ആവുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് കുറച്ച് നാൾ ഒരു സ്വൈര ജീവിതം ഉണ്ടാകുമെങ്കിലും ഒടുക്കം നരകത്തിലേക്കായിരിക്കും അവർ ചെന്നെത്തുക എന്നാണ് അടുത്ത ആയത്തിലും അള്ളാഹു പറയുന്നത്. ഇത് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഗൾഫ് ആ കുടിയേറ്റം ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ധാരാളം ആളുകൾ സമ്പാദിക്കുകയും ചെയ്തു അള്ളാഹു നൽകിയ ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിയിട്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ അനുഗ്രഹത്തെ ഒരു നന്ദികേടിൻ്റെ വഴിയിലേക്കാണ് തിരിച്ചുവിട്ടത്. അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലാണ് ആ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും പോയത്. ഇത് നമുക്കും ഒരു പാഠമാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.